നമസ്കാരം. വീട്ടമ്മാസ് കിച്ചൻ ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുൽഫിയാണ് തയ്യാറാക്കുന്നത്. അതിന് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. പാൽ വേണം, സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് വേണം, ഇവാപ്പറേറ്റഡ് മിൽക്ക് വേണം, കുറച്ച് ഏലക്കായ വേണം. ഏലക്കായ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അത് മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പിസ്തയാണ്, ഞാനിത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സ്റ്റൗ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് പാലൊഴിക്കാം. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് വേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ഇവാപ്പറേറ്റഡ് മിൽക്ക് ഒഴിക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കുൽഫി ഉണ്ടാക്കിയെടുക്കും. സാധാരണ കുറേ നേരം നമുക്ക് വേണ്ടി വരുന്നതാണ്. പാലൊക്കെ തിളപ്പിച്ച് കുറുക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് ഞാനിവിടെ 410 ഗ്രാമിൻ്റെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടുത്തത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇത് ടിന്നിൽ നിന്ന് മുഴുവൻ പോരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് മുഴുവൻ എടുക്കാവുന്നതാണ്. തീ ഒരുപാട് കൂട്ടിയിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിനേറ്റ് കുറച്ച് കൂടുതലായിട്ട് തീയിൻ്റെ ചൂട് നിയന്ത്രിക്കണം നമുക്ക്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത്. കുട്ടികൾക്ക് മാത്രമല്ല, ഐസ്ക്രീം ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കുക്കിംഗ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഇതൊന്ന് നന്നായി തിളച്ച് നമുക്കൊന്ന് കുറുകുന്ന വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്ന വരെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇളക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ തീ ഒന്ന് കൂട്ടി കൊടുക്കാം. നമുക്കൊന്ന് തിളയ്ക്കുന്നത് വരെ. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇത് തിളക്കാനായിട്ട്. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിയാൽ ഇത് നല്ലോണം സിമ്മിൽ ഇടണം. അതല്ലാന്നുണ്ടെച്ചെങ്കിൽ ഇത് തിളച്ച് പുറത്തോട്ട് പോവും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കും വേണം. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ചെറുങ്ങനെ എല്ലാം പോലെ ഒരേപോലെ ആവില്ല, കട്ടകൾ കിടക്കും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുറുകണം കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ആയിട്ടോ ഞാൻ ഇതേപോലെ ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നന്നായിട്ട് കണ്ടോ ഇതിൻ്റെ ഒരു കുറുക്ക് പോലെ പരുവത്തിലായിട്ടുണ്ട്. അത്ര ഇതിന് നമ്മൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഏലക്കായ ഞാൻ പൊടിച്ചിട്ട് അരിച്ച് വെച്ചിട്ടുള്ളതാണിത്. നമുക്കൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് കുറുകുമ്പോൾ നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. 3 ടേബിൾ സ്പൂൺ ഫുള്ളുണ്ട് കേട്ടോ. ഇതിപ്പോൾ പിസ്ത ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ പിസ്ത ഇട്ടാലാണ് കറക്റ്റ് നമുക്ക് കുൽഫിയുടെ ആ ഇൻഗ്രീഡിയൻസ് വരുള്ളൂ. പിസ്ത ഉണ്ടെങ്കിൽ അതിടാം. അതല്ലാത്തവരുണ്ടെച്ചെങ്കിൽ അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ടാലും ആ ഒരു ടേസ്റ്റ് വരും. കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതിടാം. ഒന്നുമില്ലെങ്കിലും ഇത് ഇട്ടില്ലെങ്കിലും നമുക്ക് ഈ കുൽഫിയുടെ ടേസ്റ്റ് കിട്ടും. ഏലക്കായ പൊടിച്ചിട്ട് ഇട്ടാൽ നമുക്ക് ആ കുൽഫിയുടെ ആ ഒരു ടേസ്റ്റ് ശരിക്കും നമുക്ക് കിട്ടാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് ഐസ്ക്രീമിൻ്റെ മോഡിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ.
എപ്പോഴും ഇതേപോലെ പരന്ന ഫ്രൈ പാനിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് കുറുക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കുറുക്കിയെടുക്കും. അതല്ലെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കണ പോലത്തെ പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന് കുറച്ചും കൂടി സമയം എടുക്കും. പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പാലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുമാത്രമല്ല തിളച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാട കെട്ടുകയൊക്കെ ചെയ്യുക, എത്ര ഇളക്കിക്കൊണ്ടിരുന്നാലും അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാൽ ഇതാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഈ സൈഡൊക്കെ ഒന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് സൈഡിൽ പറ്റി പിടിച്ചിരിക്കണമൊക്കെ ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് താഴോട്ട് കൈ ചട്ടവും കൊണ്ട് നമ്മൾ ഇളക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിത് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഇവിടെ ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റായിട്ട് ചൂടേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു മോൾഡ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് ഓൺലൈനൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അത് ഇതേപോലെയാണത് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിലോരോന്നിലും നമുക്ക് ഇതിൻ്റെ ഐസ്ക്രീം നിറയ്ക്കാം. ഈ ഐസ്ക്രീമിൽ ഇതുപോലത്തെ പാത്രം ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ, വീട്ടിലൊക്കെ ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുട്ടി സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലുണ്ടെച്ചെങ്കിൽ നമുക്കിതിൽ ഒരു 3/4 ഭാഗമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലത്തെ സ്റ്റിക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതല്ല വെച്ചാൽ നാട്ടിലേക്കാണെങ്കിൽ ഈർക്കിൽ വെച്ചാലും മതി, നല്ല കട്ടിയുള്ള കടഭാഗം വെച്ചാലും മതി. ഇതേ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നന്നായി ഇറക്കി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ കുട്ടി ഗ്ലാസ്സുകളുണ്ട് വെച്ചെങ്കിൽ, അതല്ല വെച്ചെങ്കിൽ നമുക്ക് കുഞ്ഞ് ഐസ്ക്രീമൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു പാത്രങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ അതുപോലത്തേൽ വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള പാത്രങ്ങളിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഇത് നിറയ്ക്കാനായിട്ട് തുടങ്ങാം. ശ്രദ്ധിച്ചൊഴിക്കണം. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇത്. ഈ പറഞ്ഞ അളവിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ചധികം ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. ഇത്രയ്ക്കധികം പിസ്ത കുറച്ച് കുറവായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മധുരം ഇത്ര വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് കുറവ് ഒഴിച്ചാലും മതിയാവും കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാത്തിലും ഇതേപോലെ നിറയ്ക്കാം. അപ്പോൾ അത് എല്ലാത്തിലും നിറച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ പോയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വയ്ക്കാം. കൊല്ലം ഇങ്ങോട്ട് വച്ചിടാന്ന് വെച്ചാൽ പറ്റും. പിന്നെ അതിന് ശേഷം ഒരു തുണി കഷ്ണമോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഒരുവിധം തുടച്ചിട്ടുണ്ട്. നമുക്ക് നനഞ്ഞ കുറച്ച് ടിഷ്യൂ എടുത്ത് തുടച്ചാൽ മാത്രമേ ഇത് പോരുള്ളൂ കേട്ടോ. ഇത് ഒരുവിധം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് ഒഴിക്കാം. ക്യാമറയിലൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ. അത് എന്ന് വെച്ചെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഗ്ലാസ്സിൽ നിന്ന് ഒഴിക്കുമ്പോൾ കുറേ കൂടി നല്ലത്. അപ്പോൾ കുറച്ചും കൂടി പോവാതെ കിട്ടും. നമുക്ക് ഇതേപോലെ അടച്ച് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രീസറിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ചൂടാറിയാൽ നമുക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് കുറച്ചും കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ നമ്മൾ ഈ ഒഴിച്ച് വെച്ച ഐസ്ക്രീമിൻ്റെ ഈ ഇതേപോലത്തെ ഒരു 5 കൂടി നമുക്ക് ഉണ്ടാക്കാനുണ്ടാവും. ബാക്കിയുള്ളത് ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് ഒഴിച്ച് വയ്ക്കുന്നത്. ഇതേപോലത്തെ ഒരു സ്പാച്ചുല ഉണ്ടെങ്കിൽ കുറേയും കൂടി വൃത്തിയായിട്ട് നമുക്ക് ഇതിങ്ങനെ മുഴുവനായിട്ട് വടിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ
പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പകുതി വറ്റി കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതേപോലെ രീതിയിലാണ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇത് തണുക്കുമ്പോൾ കട്ടിയായി പോവും. അപ്പോൾ അതുകൊണ്ട് പകുതി നമ്മൾ ഇത് വറ്റുമ്പോൾ ഇത് ഓഫ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് അത് ഭയങ്കരമായിട്ട് കട്ടിയായി പോവും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ചൂടാറി കഴിഞ്ഞാൽ. അപ്പോൾ അത് തണുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു രാത്രി വയ്ക്കുക. അതല്ലെങ്കിൽ 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇന്നലെ രാത്രി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട്. അത് നല്ല ഫ്രീസായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒന്നുകിൽ പൈപ്പിൻ ചോട്ടിലൊന്ന് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് തണുത്ത വെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന്, തണുത്ത വെള്ളമല്ല നോർമൽ വാട്ടറിൽ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കി നമ്മളൊരു പാത്രത്തിൽ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ഇതേപോലെ നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ക്യൂബ്സ് ആയിട്ടോ ഏത് ഷേപ്പിലും കട്ട് ചെയ്തിട്ട് നമ്മളൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇത് ഐസ്ക്രീം പോലെ നമുക്ക് കുറേശ്ശെ ഇത് എടുക്കാവുന്നതാണ്. ഇതേപോലെ ഇത് സെർവ് ചെയ്യാറുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വെർമിസെല്ലി ചേർത്തിട്ട് ഇത് കൂടെ കഴിക്കും. പിന്നെ ഒരു പാനിൻ്റെ ഒരു സോസും കൂടെ ഒഴിച്ചിട്ട് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. അപ്പം ഞാനിത് പൈപ്പിൻ്റെ ചോട്ടിൽ കുറച്ച് നേരം വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കുന്ന പരുവം വരെ നമുക്കൊന്ന് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ, ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഇത് വെച്ചാലും മതിയാവും. കണ്ടോ, ഇതേപോലെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല രീതിയിൽ ഇത് ഇതേപോലെ ഒരു ഇത് മേടിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ മോൾഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ അപ്പോൾ ഇത് നമുക്ക് കണ്ടത് ഒരേ കുറച്ച് ഇത് ഇങ്ങനെ കുറച്ച് നേരം പുറത്ത് വെച്ചപ്പോൾ ആയി. അപ്പോൾ കണ്ടത് ഇതേപോലെ നമുക്ക് കത്തി കൊണ്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നേ ഉള്ളൂ. സ്പൂൺ വെച്ചിട്ട് നമുക്കിതെടുക്കാം. ഇതേപോലെ ഓരോ പീസുകളായിട്ട് എടുത്ത് നമുക്ക് സെർവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് എത്തുന്നവരെ താങ്ക് യു.